കോഴിമുട്ട വരട്ടി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് എണ്ണ ഒഴിച്ചെടുക്കുക. നാടൻ വെളിച്ചെണ്ണയിൽ ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചി ചതച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവ് നോക്കിയതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് ചേർക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുമ്പോൾ ഈ സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ഞാനിപ്പോൾ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റി ആ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മതി. സവാള വഴണ്ട് വന്നതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർത്തിട്ട് ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ ധാരാളമാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് തക്കാളി ശരിക്കും നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു കൈപ്പിടിക്കടുത്ത് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കും. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ തേങ്ങയുടെ ആ ഒരു തോരനിലൊന്നും തേങ്ങ ചേർക്കുന്ന അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും ആ തക്കാളിയൊക്കെ എണ്ണയിൽ കയറുന്നിട്ട് ഇപ്പോൾ ശരിക്കും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട ഒന്ന് ഉടച്ചിട്ട് അതിനകത്ത് ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അധികം ഒന്നല്ല, ഒരു ഇത്തിരി മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചകിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് ചകിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ചകിഞ്ഞെടുക്കാം. ഈ സവാളയും തക്കാളിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് ശരിക്കും നമ്മൾ കൊത്തിപ്പൊരിക്കുന്നെന്ന് പറയാറില്ല, അതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് ചകിഞ്ഞെടുക്കാം. നല്ല രുചിയുള്ള കോഴിമുട്ട വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.